എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ സൗദിയിലേക്കും ബഹ്റൈനിലേക്കും ഇന്റർനാഷണൽ എയർപോർട്ടുകളിലേക്ക് ജോലി ഒഴിവുകൾ അവൈലബിൾ ആണ്. എക്സ്പീരിയൻസ് വേണ്ട, 10ാം ക്ലാസ് മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ് ഇവിടെ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജോലികളുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തൊക്കെ ജോലി ഒഴിവുകളാണുള്ളത്, അതേപോലെ തന്നെ സാലറി എത്ര, മറ്റ് ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ബാക്കി ഡീറ്റെയിൽസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. സൗദി അറേബ്യയിലേക്കും ബഹ്റൈനിലേക്കും ഇന്റർനാഷണൽ എയർപോർട്ടുകളിലേക്കാണ് ജോലി ഒഴിവുകളുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം ഏതെങ്കിലും ജോലിയിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ 9539128062 നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ജോലി ഒന്ന് മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ്. ജോലി ഒഴിവുകൾ എന്ന് പറയാൻ കഴിയില്ല, ഒരൊറ്റ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ബഗേജ് ഹാൻഡലർ എന്നൊരു പോസ്റ്റിലേക്കാണ്. പക്ഷേ ഇവിടെ ഏകദേശം 30-ലധികം ജോലി ഒഴിവുകളാണ് ഈ ഒരൊറ്റ പോസ്റ്റിലേക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം എടുത്തു പറയട്ടെ, ഡയറക്റ്റ് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിലല്ല നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വിസ അല്ല നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇത് മാൻ പവർ സപ്ലൈ കമ്പനി വഴിയാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക. നിങ്ങൾക്ക് അക്കോമഡേഷൻ, സാലറി, മറ്റ് ബെനിഫിറ്റുകൾ എല്ലാം തന്നെ നൽകുന്നത് ഈ ഒരു മാൻ പവർ കമ്പനി ആയിരിക്കും, സപ്ലൈ കമ്പനി ആയിരിക്കും. പക്ഷേ ജോലി നിങ്ങൾക്ക് 100% ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിലായിരിക്കും ഉണ്ടാവുക. ബഗേജ് ഹാൻഡലർ എന്ന് പറയുമ്പോൾ എന്താണ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട് നിങ്ങൾക്ക് ലോഡിംഗ് അൺലോഡിംഗ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കും. എയർപോർട്ടിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ റൺവേ ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ജോലി ഉണ്ടാവുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യോഗ്യതകൾ ഇതൊക്കെയാണ്. അതായത് 10ാം ക്ലാസ് മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, കൂടാതെ 21-നും 40-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നതാണ് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ സാലറി കാര്യങ്ങൾ പറയുമ്പോൾ ചിലവർക്ക് നെറ്റ് ചൊളിയാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ എന്നോട് ചോദിച്ചാലും സാലറി കുറവാണ് എന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം ഇവിടെ സാലറി വരുന്നത് 100 ബഹ്റൈൻ ദിനാറാണ്. ഏകദേശം 26,000-28,000 രൂപേൻ്റെ ഉള്ളിൽ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 12 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. വീക്കിലി ഡേ ഓഫ് ഉണ്ടായിരിക്കും. 2 വർഷത്തെ പേപ്പറാണ് വരുന്നത്. ഈ 2 വർഷത്തിനുള്ളിൽ സാലറി കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുമോ ബ്രോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത ഇല്ല എന്നേ പറയാൻ കഴിയുള്ളൂ. ഇനി പിന്നെ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൊല്ലത്തിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതും കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. മാക്സിമം 20-30 ബഹ്റൈൻ ദിനാറൊക്കെ കൂടാനുള്ള ചാൻസും ഉള്ളൂ. പക്ഷേ അത് നമുക്ക് കൺഫേം അല്ല, കമ്പനിയാണ് അത് നിശ്ചയിക്കുന്നത്. ഉണ്ടാകുമെന്ന് നിങ്ങളോട് എനിക്ക് പറയാൻ ഉറപ്പിച്ചും കഴിയില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം CV സെലക്ഷൻ ആണ് വരുന്നത്. ഈ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ നമുക്ക് ഇതിലേക്ക് CV അയച്ചു കൊടുക്കാനുള്ള സമയമുണ്ട്. അതിൽ സെലക്ട് ആവുന്നവർക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓൺലൈൻ ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ ഏകദേശം 40 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, മേഖലയിൽ നിങ്ങൾക്ക് പോലീസ് കേസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങളുടെ ദേഹത്ത് ടാറ്റു കാര്യങ്ങളില്ല, നിങ്ങൾ ഈ ഒരു സാലറിക്ക് പോകാൻ ഓക്കെ ആയിട്ടുള്ള ഒരാളാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറായ 9539128062 നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. റിയാദ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എയർപോർട്ട് ലാബർ എന്നൊരു പോസ്റ്റിലേക്ക് ജോലി ഒഴിവുകളുണ്ട്. ഈ ബഗേജ് ഹാൻഡലർ എന്ന് പോലെയുള്ള ജോലികൾ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവുക. ലോഡിംഗ് അൺലോഡിംഗ്, അതേപോലെ തന്നെ ഈ ഒരു പോസ്റ്റിൻ്റെ പേര് എനിക്കറിയില്ല, അതായത് ഈ വികലാംഗർ പോലെയുള്ള ആളുകൾ ഉണ്ടാവില്ലേ, അവരെ ഈ വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടല്ലോ, ആ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെയുള്ള ജോലികൾ, ക്ലീനിങ്, അങ്ങനെ ഏത് ജോലിയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടി വരും. അതായത് ആ ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒരു ലേബർ എന്ന് പറയുമ്പോൾ അറിയാലോ, നിങ്ങൾ ആ ഒരു കമ്പനിയുടെ എന്ത് ജോലിയാണ് പറഞ്ഞെങ്കിലും അത് ഏൽക്കേണ്ടി വരും, ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പൊസിഷൻ ഉണ്ടാകും. അതായത് ക്ലീനിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് സ്റ്റാഫ്, അല്ലെങ്കിൽ ലോഡിംഗ് അൺലോഡിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അൺലോഡിംഗ് സ്റ്റാഫ്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞ ആ ഒരു വികലാംഗരായിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്നവരെ കൊണ്ടുപോകാനുള്ള വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന ആ ഒരു ജോലി ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ജോലി ഉണ്ടാകും. പക്ഷേ ഇന്ന ജോലി മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നുള്ള വാശി പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെയുള്ള ജോലികളായിരിക്കും എയർപോർട്ട് ലേബർ എന്നൊരു പോസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. ഇവിടെ 12 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാകുക. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. നമ്മുടെ ബഹ്റൈൻ എയർപോർട്ടിലെ ജോലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വേണം, ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഇവിടെ സാലറി വരുന്നത് 1200 സൗദി റിയാലാണ്. അത് എടുത്ത് പറയട്ടെ, 1200 സൗദി റിയാൽ മാത്രമേ ഇവിടെ സാലറി വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഫുഡ് ഉണ്ടാവില്ല, അക്കോമഡേഷൻ അവൈലബിൾ ആണ്, 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും, 2 വർഷത്തെ പേപ്പറാണ് വരുന്നത്, വീക്ക്ലി ഡേ ഓഫും ഉണ്ടായിരിക്കും. ചില ഈ ഒരു എയർപോർട്ട് ലേബർ എന്ന് പറയുമ്പോൾ ചില മേഖലയിൽ നിങ്ങൾക്ക് അത്യാവശ്യം ടിപ്സ്, ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വീൽ ചെയറിലൊക്കെ കൊണ്ടുപോകുന്ന ആ പരിപാടി ഉണ്ടല്ലോ, ആ ഒരു പൊസിഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ടിപ്പ് കിട്ടുന്ന പരിപാടിയാണ്. പക്ഷേ ബഗേജ് ഹാൻഡലർ അല്ലെങ്കിൽ ഒരു ലോഡിംഗ് അൺലോഡിംഗ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ടിപ്പൊന്നും കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്.
അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് നമുക്ക് വേക്കൻസി അവൈലബിൾ ആണ്. 21-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ രണ്ട് പോസ്റ്റുകളിലൊക്കെ തന്നെ പരിഗണിക്കുന്നത്. സ്ത്രീകൾക്ക് വേക്കൻസി ഇല്ല, എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോലീസ് കേസൊക്കെ കാര്യങ്ങളുള്ളവരാണെങ്കിൽ ഇതിലേക്ക് പറ്റില്ല. അതേപോലെ ദേഹത്തെ ടാറ്റു കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ പറ്റില്ല. ബാക്കിയൊന്നും വിഷയം തന്നെയല്ല. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ 9539128062 നമ്പറിലേക്ക് മെസ്സേജ് ചോളൂ. ഇതിലേക്ക് നമുക്ക് CV അയച്ചു കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന ഒരു ബുധനാഴ്ച വരെ നമുക്ക് ഇതിലേക്ക് CV അയച്ചു കൊടുക്കാൻ കഴിയും, സൗദിയിലേക്കുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ചോളൂ. പിന്നെ നിങ്ങൾ പോകാൻ എക്സ്പെൻസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഈ സൗദിയിലേക്കുള്ള ജോലിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ എക്സ്പെൻസ് കാര്യങ്ങൾ കുറവായിരിക്കും ബഹ്റൈനിലേക്ക്. കാരണം സൗദി ആകുമ്പോൾ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരും, അതിനൊരു 12,000-13,000 രൂപയൊക്കെ വരും. അപ്പോൾ പോകാനുള്ള ചിലവ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഒരു 10,000-30,000 രൂപയുടെ വ്യത്യാസം ബഹ്റൈനായിരിക്കും കുറവ്, ബഹ്റൈനിലേക്ക് പോകുന്നതായിരിക്കും കുറവ് ഉണ്ടാവുക. പോകാനുള്ള ചിലവാണ് ഞാൻ പറയുന്നത്. സാലറി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സൗദിയിൽ ഫുഡില്ല, ബഹ്റൈനിൽ ഫുഡുണ്ട്. ആ ഒരു മാത്രം വ്യത്യാസമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുള്ളൂ.